രഘുപതി രാഘവ രാജാറാം. ഹലോ, രഘുപതി രാഘവ രാജാറാം സാറേ. രഘുപതി രാഘവ രാജാറാം സാറോ? ഞാൻ രഘുപതി രാഘവ രാജാറാം സാറല്ല, ഗോപാലകൃഷ്ണ പിള്ളയാണ്. അല്ല, സാറ് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞ എന്താണ്? അത് ഞങ്ങൾ തികഞ്ഞ ഗാന്ധിയന്മാര് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം രഘുപതി രാഘവ രാജാറാം എന്നേ പറയാറുള്ളൂ. അപ്പൊ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ? പതീത പാവന സീതാറാം. കുട്ടി വിളിച്ച കാര്യം പറ. സാറിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ പിള്ള. ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. തെണ്ടി ഗോപാലകൃഷ്ണ പിള്ളയോ? ആരുടെ? ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള അല്ല, ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. പണ്ട് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോ ഗാന്ധിജി എനിക്കിട്ട് തന്ന ടൈറ്റിലായത്. നീ വിളിച്ച കാര്യം പറയണേ. അതെ, എന്റെ പേര് രമണി. ആരുടെ മണി? ആരുടെ മണിയല്ല, രമണി. സാറിനൊരു മോനില്ലേ? എനിക്കൊരു മോനല്ല, എനിക്ക് 2 ആൺമക്കളാ. ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ഉണ്ടായതും മറ്റേത് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതും. എന്നാ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതായിരിക്കും. കണ്ട ഉപ്പുമാങ്ങ പറഞ്ഞ പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇളയവനാ കുമാരൻ ഗാന്ധി. കാര്യം പറ കൊച്ചേ. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എന്നോട് അനാവശ്യം പറഞ്ഞു. എന്നാണ് ആവശ്യം? എന്റെ കൂടെ ഊട്ടിയിൽ വരുമോ, ഊട്ടിയിൽ വന്ന 2 കാഞ്ചീപുരം സാരി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. തെണ്ടി. എന്റെ ലാലാലജപത്ത് റോയി, ഞാൻ എന്നായി കേൾക്കണേ? തികഞ്ഞ ഗാന്ധിയനായി വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഇളയ മകൻ ഒരു പെൺകുട്ടിയോട് അനാവശ്യം പറഞ്ഞെന്നോ? ഇത് ഞാൻ വിശ്വസിക്കല്ല മോളെ. കൊച്ചിന് ചിലപ്പോ ആള് മാറിപ്പോയായിരിക്കും, വേറെ വല്ല ഇറക്കണമൊക്കെ ആയിരിക്കും. എനിക്ക് ആള് മാറിയതൊന്നും അല്ല, നിങ്ങളുടെ മകൻ തന്നെയാ. ശരി, അങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ. എന്നാ പേരെന്ന് പറഞ്ഞേ? രമണി. രമണി ഫോൺ വെച്ചോ കേട്ടോ. പതീത പാവന സീതാറാം. എടാ കുമാരൻ ഗാന്ധി. രഘുപതി രാഘവ രാജാറാം. അച്ഛാ. പതീത പാവന സീതാറാം. എന്താണ് അച്ഛാ ശബ്ദത്തിനൊരു കനപ്പ്? നീ ഇതെവിടെ പോകാനുള്ള തീരുമാനമായിരുന്നു? അതെ അച്ഛാ. എന്താ? ഇന്ന് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ 40ാമത് വാർഷികമല്ലേ? ആണ്. എന്റെ ഫ്രണ്ട്സിനെല്ലാം കുറച്ച് കിറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ നിന്നെ കുറിച്ച് മോശമായ ഒരു കംപ്ലൈന്റ് അറിഞ്ഞു. എന്താണ് എന്നെ കുറിച്ച് അച്ഛനറിഞ്ഞ കംപ്ലൈന്റ്? എന്താ? അല്ല, കംപ്ലൈന്റ്. നീ ഏതോ പെണ്ണിനെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചെന്നോ, സാരി വാങ്ങി കൊടുത്തെന്നോ? മോനെ, അച്ഛൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോടാ? അച്ഛനോട് ആരാണ് ഈ അസംബന്ധം വിളിച്ചു പറഞ്ഞത്? ഒരു പെൺകുട്ടിയാണ്, പേര് രമണി. ഇപ്പൊ സംഭവം മനസ്സിലായി. അപ്പൊ അച്ഛൻ അറിഞ്ഞ സംഭവം സത്യമാണല്ലേ? എന്റെ അച്ഛാ, അച്ഛനെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് പറ്റിച്ചതല്ലേ? കൂട്ടുകാരനാണോടാ രമണി എന്ന് പേര്? രമണിയല്ല, രമണൻ. രമണനോ? അവനാണ് എന്റെ കൂട്ടുകാരൻ. അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് അച്ഛാ. മോനെ, എന്തോ? അച്ഛനെ കുറിച്ച് മോൻ അറിയാവല്ലോ. ഒരു തികഞ്ഞ ഗാന്ധിയനാണ് നിന്റെ അച്ഛൻ. എന്നെ പോലെ തന്നെ എന്റെ മോനും ഒരു ഗാന്ധിയനായി വളരണം. അല്ലാതെ നീ അലവലാതിയായി പോകരുത്. ഇല്ല അച്ഛാ, ഞാനും അച്ഛനെ പോലെ തന്നെ തികഞ്ഞ ഒരു ഗാന്ധിയനായിട്ട് തന്നെ വളരാം. മോനെ, ഈ അച്ഛന് സന്തോഷമായി, എനിക്ക് ഈ അച്ഛന് തൃപ്തിയായി മോനെ. ആണോ? അച്ഛനിപ്പോ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയി ഉപ്പുവെള്ളം കുടിച്ച ഒരു സംതൃപ്തി തോന്നുന്നു മകനെ. അച്ഛൻ സംതൃപ്തനായ സ്ഥിതിക്ക് അച്ഛന് ഞാൻ ഗാന്ധിയെ കുറിച്ച് 2 പാട്ട് പാടി കേൾപ്പിക്കാം. മോനെ കുമാരൻ ഗാന്ധി, എന്തോ? മോനെ പാട്ട് പാട്. അച്ഛൻ 1947 മുമ്പുള്ള കാലഘട്ടത്തിലേക്കൊന്ന് അയവിറക്കട്ടെ. എന്നാ അച്ഛൻ അയവിറക്കിക്കോ. സൂര്യഗാന്ധി സ്വപ്നം കാണുവതാരേ, സ്വപ്നം കാണുവതാരേ. മോനെ കുമാര, എന്തോ? ഗാന്ധിജിയെ കുറിച്ച് നീ ഇത്രയേറെ പുകഴ്ത്തി പാടിയല്ലോ. ഈ അച്ഛന് വീണ്ടും തൃപ്തിയായടാ. താങ്ക് യു അച്ഛാ. പാട്ട് കേട്ടപ്പോൾ അച്ഛനും ഗാന്ധിജിയും കൂടി തോക്കുധാരികളായ പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് കുട്ടിയും കോലും കളിച്ചതാണ് മോനെ എനിക്ക് ഓർമ്മ വരുന്നത്. താങ്ക് യു അച്ഛാ. തൃപ്തിയായി മോനെ, തൃപ്തിയായി. അതൊക്കെ പോട്ടെ. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ചുള്ള ബുക്കുകളൊക്കെ മോൻ വായിക്കാറുണ്ടോ? പിന്നെ എല്ലാ സ്വാതന്ത്ര്യ സമര സുനാമികളെ കുറിച്ചുള്ള, സേനാനികളെ കുറിച്ചുള്ള എല്ലാം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട് അച്ഛാ. അച്ഛന് തൃപ്തിയായി. പിന്നെ ഇത്രയേറെ ബുക്കുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കുറച്ച് ചോദ്യം കുമാരനോട് ഞാൻ ചോദിക്കാം. അച്ഛൻ ചോദിക്കച്ചാ. സർദാർ വല്ലഭായ് പട്ടേൽ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്? ഇന്ത്യയുടെ മുരുക്കു മനുഷ്യൻ. മുരുക്കു മനുഷ്യനോ? മുരുക്കു മനുഷ്യനല്ല, ഉരുക്കു മനുഷ്യൻ. ഒരു തെറ്റ് ഏത് സേനാനിക്കും പറ്റും. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ മോൻ ഇത്ര ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ ഏത് സ്വഭാവമാണ് മോനെ ആകർഷിച്ചത്? ഗാന്ധിജി 14-ാം വയസ്സിൽ പെണ്ണ് കെട്ടി 15-ാം വയസ്സിൽ കൊച്ചണ്ടായി. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. എടാ ദാദാഭായ് നവറോജി. അതാരാണ് അച്ഛാ നരഭോജി? നരഭോജിയോ? ഉണ്ടാ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത്? കസ്തൂർബാർ ഗാന്ധി. ബാറോ? എന്നാണ് നീ വിചാരിച്ച? കസ്തൂർബാർ ഗാന്ധി അല്ല, കസ്തൂർബാ ഗാന്ധി. കസ്തൂർബാ ഗാന്ധി. അങ്ങനെ പറഞ്ഞാ മതി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്ത്? മോഹൻലാൽ നെഹ്റു. മോഹൻലാൽ നെഹ്റു അലക്കാൻ പറ്റുന്ന
എടാ മോട്ടിലാൽ നെഹ്റു. ആര്? അല്ല മറ്റേ ജവഹർലാൽ നെഹ്റു. ആ അപ്പൊ അച്ഛനും തെറ്റിയല്ല. ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റ് ഏത് സാധനം എനിക്ക് പറ്റുന്നു. ആ, പമ്പര വിട്ടി ഓയ്. തികഞ്ഞ ഗാന്ധിയനായ എന്റെ മക്കളാണെന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് കാണാമില്ലേ? ഇല്ല. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളായ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും തിരിച്ചറിയാത്ത നീ എന്റെ മകനല്ല. അയ്യോ. അതുകൊണ്ട് എന്റെ സ്വത്തുവകകളായ ഏലപ്പാറയിലെ മഹാത്മാ എസ്റ്റേറ്റും കുമ്പളങ്ങിലെ കിറ്റിന്റെ തെങ്ങിൻ തോപ്പും സുഭാഷ് ചന്ദ്രബോസ് ബീഡി കമ്പനിയും ഞാൻ നിനക്ക് തരികയില്ല. അയ്യോ. അതെന്റെ മൂത്തവൻ ജയൻ ഗാന്ധിക്ക് ഞാൻ എഴുതി വെക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഗാന്ധിജി മരിച്ച പോലെ തന്നെ മരിക്കും. എന്നാടാ നീ ഉദ്ദേശിച്ചേ? അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ വേണ്ടി വെച്ചു. എന്റെ അമ്മേ. എന്റെ ഭാരതമാതാ, കീ ജയ്. എന്റെ ഈ കുമാരൻ ഗാന്ധി എന്താ ഇങ്ങനെ പിഴയും തല്ലിപ്പോയത്? കുമാരൻ ഗാന്ധി സേട്ടാ, എന്റെ പൊന്നോ കാമാക്ഷി, നീ എന്താണ് ഇവിടെ? ആ, ഞാൻ എവിടെയൊക്കെ ചേട്ടനെ തിരക്കി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ പോ പോ പോ. അതെ ചേട്ടാ, ചേട്ടനെ കണ്ട അത്യാവശ്യം ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും നീ ഇപ്പൊ പോ. അകത്ത് അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞാ പ്രശ്നമൊക്കെ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അങ്ങനെ ഞാൻ പോകൂല ചേട്ടാ, വന്ന കാര്യം പറഞ്ഞിട്ടേ പോകൂ. എടീ എന്താണെന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. ചേട്ടാ, ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ വീട്ടിൽ വന്നില്ലേ? അയ്യോ. ചേട്ടന് ഞാൻ എന്റെ മനസ്സും ശരീരവും തന്നില്ലേ? ഓ തന്ന കാര്യമൊന്നും വിളിച്ചു പറയല്ലേ കാമാക്ഷി. അച്ഛനകത്തുണ്ട്. അച്ഛൻ ഞങ്ങളെ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടാണ് വളർത്തുന്നത്. പറഞ്ഞു നാറ്റിക്കരുത്. നീ പോ. ചേട്ടാ, ഓ. ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ മനസ്സും ശരീരവും കവർന്നില്ലേ? കവർന്നതിന് ഞാൻ എന്തെങ്കിലും കവറി വെച്ച് തരാം. നീ പോ. ചേട്ടാ, ആ. കാശ് ചോദിക്കാനൊന്നും അല്ല ചേട്ടാ ഞാനിപ്പോ വന്നത്. പിന്നെ? ചേട്ടനോടൊരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? ചേട്ടാ, ഞാൻ കുടക് വംശത്തിൽ പിറന്ന പെണ്ണാ. ആണോ? ഞങ്ങളുടെ വംശത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷന് ശരീരവും മനസ്സും നൽകിയ പിന്നെ ആ പെണ്ണിനെ ആ പുരുഷൻ കാണുമ്പോ ഒരു കുടക് മന്ത്രം ചൊല്ലണം. കടുക് മന്ത്രം? കുടക് മന്ത്രം. അപ്പൊ തിരിച്ചൊരു മന്ത്രം ആ പെണ്ണ് ചൊല്ലും. അപ്പോ ചെയ്യുന്ന പാപത്തിന് മോക്ഷം കിട്ടുമെന്നാ ഞങ്ങളുടെ കുടക് വംശത്തിന്റെ വിശ്വാസം. ആ നിന്റെ വിശ്വാസം നിന്നെ പഴപ്പിക്കട്ടെ. അല്ല നല്ല ബെസ്റ്റ് വിശ്വാസമാണെന്ന് പറയായിരുന്നു. അതെ, നിന്ന് നേരം കളയേണ്ട, വേഗം തന്നെ ആ മന്ത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോ. ചേട്ടാ, ആ. പുരുഷൻ ചൊല്ലണം ബസ്ക്ക് ലക്കിടി ഗുമ്മ ഗുമ്മ. ബസ്സിൽ അപ്പടി ഉമ്മ ഉമ്മയ? അയ്യോ ചേട്ടാ, ബസ്സിൽ അപ്പടി ഉമ്മ ഉമ്മ എന്നല്ല, ബസ്ക്ക് ലക്കിടി ഗുമ്മ ഗുമ്മ. ബസ്കി ലക്കിടി ഗുമ്മ ഗുമ്മ. കാമാക്ഷി, എന്നതാണ് ഇതിന്റെ അർത്ഥം? എന്ന് വെച്ചാ തന്ന സേവനത്തിന് നന്ദി. കൊള്ളാം കൊള്ളാം. അപ്പൊ പെണ്ണെന്താ തിരിച്ചു പറയണ്ടെന്ന് അറിയോ? ഒന്ന് പോടാ പന്നിയെന്നാണോ? അല്ല, അയ്യോ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. എന്ന് വെച്ചാ എന്താണ്? മച്ചാൻ ഇനിയും സ്വാഗതം സ്വാഗതം. കൊള്ളാം കൊള്ളാം. ആ അപ്പൊ ഇനി നേരെ കളയണ്ട, നമുക്ക് മന്ത്രം ചൊല്ലാം. അപ്പൊ നമ്മൾ കണ്ടു. ബസ്കി ലക്കിടി ഗുമ്മ ഗുമ്മ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബസ്കി ലക്കിടി ഗുമ്മ ഗുമ്മ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബസ്കി ലക്കിടി ഗുമ്മ ഗുമ്മ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബസ്കി ലക്കിടി ഗുമ്മ ഗുമ്മ. ഇതാരാ ഉമ്മറത്ത് കിടന്ന് വേളം വെക്കണ? എടാ ജയൻ ഗാന്ധി, എടാ കുമാരൻ ഗാന്ധി, ആരാ അവിടെ? അയ്യോ അച്ഛൻ ഓടിക്കോ. അത് ശരി, തികഞ്ഞ ഗാന്ധിയനായ എന്റെ വീട്ടിലൊരു പെണ്ണോ? ആരാടി നീ? കൈമാറ്റടി. എന്റെ അമ്മോ, ഗോപാലകൃഷ്ണൻ സാറോ? കാമാക്ഷി, ബസ്കിലൊക്കിടി കുമ്മ കുമ്മ. അച്ഛോ ഗംഭീര ഗുസ്തി സുമ്മാ